ഹായ് ഹലോ. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കൃഷിയും ചെടിയൊക്കെ നോക്കിയാലോ? ഇവിടെ കുറച്ച് ദിവസമായിട്ട് ഇറങ്ങിയിട്ട് അപ്പോൾ നമുക്ക് നോക്കാം. വായോ. അപ്പോൾ ഈ നിൽക്കുന്ന എല്ലാം പല നിറത്തിലുള്ള ശവനാരി പൂക്കളാട്ടോ. ഇത് വയലറ്റ് നിറത്തിലുള്ള വാടാമുല്ലപ്പൂവാട്ടോ. ഈ ചെടിയിൽ പൂവാണാൻ നല്ല രസമാണേ. അടുത്തത് വരുന്നത് പൂമ്പാറ്റകൾക്ക് ഏറെ പ്രിയപ്പെട്ട ഒരു ചെടിയാണ്. ഇതിലെ കൊച്ചു കൊച്ചു പൂക്കൾ ഈ പൂമ്പാറ്റകൾക്ക് ഭയങ്കര അട്രാക്ഷൻ ചെയ്യും കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് ഇഷ്ടം പൂമ്പാറ്റകളും കാണും. അടുത്തത് വരുന്നത് റോസാപ്പൂക്കളാണ്. ഇത് നല്ല ഡാർക്ക് പിങ്ക് കളറിലെ റോസയാണ്. ഇത് കാണാൻ നല്ല ഭംഗിയാട്ടോ. അടുത്തതും ലൈറ്റ് പിങ്ക് കളറിലെ റോസയാട്ടോ. ഇതിൻ്റെ ഇലയിലും ലൈറ്റ് പിങ്ക് കളറാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്. അടുത്ത നല്ല വൈറ്റ് കളറിലെ ഒരു പൂവാണ്. ഇതിൻ്റെ പേര് എനിക്കറിയത്തില്ല, അറിയുന്നത് കമൻറ്റ് ചെയ്യണേ. ഇത് പിങ്ക് കളറിലെ ഒരു ബോൾസ് ചെടിയാണ്. ഇത് ബഡ്ഡിങ് ചെയ്തൊരു റോസാ ചെടിയാണ്. ഇതിനകത്ത് ചെറിയ ചെറിയ റോസാപ്പൂക്കളുണ്ട് റെഡ് കളറിൽ. ഇത് ഭയങ്കര അട്രാക്ഷൻ ആട്ടോ. ഇത് റെഡ് കളറിലെ ബോൾസ് ചെടിയാണ്. ഇത് പാലപ്പൂവിൻ്റെ ബുഷ് പ്ലാന്റ് ആണ്. ഇതിൻ്റെ അകത്ത് നിറയെ കൊച്ചു കൊച്ചു പാലപ്പൂക്കളാണ്. അടുത്തത് ശംഖുപുഷ്പത്തിൻ്റെ ചെടിയാണ്. ഇതിൻ്റെ അകത്ത് നമ്മൾ വൈറ്റും ബ്ലൂവും ശംഖുപുഷ്പം ഒരുമിച്ച് നട്ട് വളർത്തിയതാണ്. അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് രണ്ട് കളറും ഒരുമിച്ച് ആട്ടോ വളരുന്നത്. അടുത്തതായിട്ട് ഇടുക്കിയിൽ നിന്ന് കൊണ്ടുവന്ന വൈറ്റ് കളറിലെ കാന്താരിയാണ്. അടുത്തത് തെറ്റിയാണ്. ഇതും ബുഷ് പ്ലാന്റ് ആണ്. ഇതിൽ നിറയെ ഉണ്ടാകും കേട്ടോ തെറ്റി. അടുത്തത് ബുഷ് ഓറഞ്ച് ആണ്. ഇത് പഴുത്ത് കഴിഞ്ഞാൽ നല്ല ഓറഞ്ച് കളറാവും. ഇത് മണി പ്ലാന്റ് ആണ് കേട്ടോ, റെയർ ആണ് ഇത്. അടുത്തത് പുതിനയാണ്. ഇതിവിടെ നിറയെ ഉണ്ടാവും. ഇതിന് നല്ല മണമാണ് കേട്ടോ, കാറ്റൊക്കെ അടിച്ച് നല്ല മണമാണ്. അടുത്തത് വയലറ്റ് കാന്താരിയാണ്. ഇതിൻ്റെ പൂവും വയലറ്റ് നിറത്തിലാട്ടോ കാണപ്പെടുന്നത്. ഇതിൻ്റെ പേര് മിഠായി മുളകാണ്. ഇത് നല്ല വയലറ്റ് നിറത്തിലാണ് കേട്ടോ കാണപ്പെടുന്നത്. ഇതിൻ്റെ ഷേപ്പ് ഇങ്ങനെ ആയതുകൊണ്ടാണ് ഇതിന് മിഠായി മുളക് എന്ന് വിളിക്കുന്നത്. ഇത് ആലുവേറ ചെടിയാണ്. ഈ ചെടി ഒരു ഔഷധ സസ്യമാണ്. ഇത് നമ്മുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന പയറുകളാണ്. ഇത് വിളഞ്ഞതാണ്. അടുത്തത് കാണിക്കുന്നത് അതിൻ്റെ ഇത് ഒരു റെഡ് കളറാണല്ലോ, അത് വിളയാത്തതാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പയറ് വിളവെടുക്കുന്നതായിട്ട് വരാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്.